ഒടുവിൽ സോനം വാങ്ചുക്കിന് പിന്തുണ അറിയിച്ച് രാഹുൽ ഗാന്ധി. സോനം വാങ്ചുക്കിനെ നീക്കിയത് തെറ്റ്. നരേന്ദ്രമോദി സർക്കാർ അസത്യത്തിലും അഹിംസയിലും വിശ്വസിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ നീക്കം ചെയ്യാൻ പോലീസ് മതിയാകില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സമരവേദിയിലെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നതിന് ഇടയിലാണ് എക്സിലെ പ്രതികരണം. വിഷ്ണു പ്രസാദാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഉള്ളത്. വിഷ്ണു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വരുന്നു. ദേശീയതലത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വിഷയത്തിൽ ഇടപെടുന്നത്, പ്രതികരിക്കുന്നത്? ഏത് നിലയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ചർച്ചയാകുന്നത്? രതീഷ്, ഇന്ന് രാവിലെയാണ്, അതായത് നിരാഹാര സമരം ആരംഭിച്ച് 21ാം ദിവസമാണ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് നീക്കുന്നത്. ഇതിന് തൊട്ട് മുൻപുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ പോലീസ് കമ്മീഷണറെ മാറ്റുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരുന്നു. ആ മാറ്റമുണ്ടായി 24 മണിക്കൂർ തികയും മുൻപാണ് ഈ ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന സോനം വാങ്ചുക്കിന്റെ സമരം അവസാനിപ്പിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയത്. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കുടുംബവും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സൂപ്രണ്ടിന് കത്ത് നൽകി സോനം വാങ്ചുക്കിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും തങ്ങൾ പറയാതെ ഭക്ഷണമോ മരുന്നോ നൽകരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ചികിത്സയൊന്നും നടക്കുന്നില്ല, പരിശോധനകൾ മാത്രമാണ് നടക്കുന്നത് എന്ന് കുടുംബം ഒരു വശത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിനോടകം തന്നെ ഈ സമരപന്തലിലെത്തുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇടത് നേതാക്കൾ കാര്യമായി ഡൽഹി ജന്തർ മന്ദിറിൽ എത്തിയത് എന്ന് തന്നെ വേണം പറയാൻ. അല്പസമയത്തിനകം തന്നെ MA ബേബി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടി നേതാക്കൾ, CPM നേതാക്കൾ സഫ്ദർജംഗ് ആശുപത്രിയിലെത്തി സോനം വാങ്ചുക്കിനെ കാണുന്നുണ്ട്. MP മാർ ഡൽഹി ജന്തർ മന്ദിറിൽ എത്തി കണ്ടിരുന്നു. കൂടാതെ ഇപ്പോൾ SFIയും അവിടെ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ്. ശരി.